ആ ശാന്ത ചേച്ചി ചേച്ചി ഞാൻ പുറത്തു വരെ പോവാ അതുവരെ ഈ പിഴച്ച ചെറുക്കനെ അല്ല എന്റെ പൊന്നുമോനെ നിർത്തണം ഇങ്ങോട്ടൊന്ന് ഇരുത്തണം അവൻ അടങ്ങിയിരുന്നോളൂ കേട്ടോ മക്കളിരി ചേച്ചി. അയ്യോ പൊന്നുമോനെ ഇനി കൊണ്ടുപോയി ഞാൻ നോക്കാം. തക്കുടു വാടാ. ആ കാലിന് ഇന്നിവിടെ ഉണ്ടെന്നോ ദേവിയെ? അയ്യോ ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞിരിക്കണം. ലാപ്ടോപ്പേ ഒന്നും വിചാരിക്കില്ലേ, നാളെ ഉപയോഗിക്കണമെങ്കിൽ ദിവാകര പെട്ടെന്ന് വരണേ, മോനല്ലേ വിഷമിക്കും. പിന്നെന്താ ചേച്ചി ഞാൻ പെട്ടെന്ന് വരാം. മണ്ടൻ ചെറുക്കന് മനസ്സിലായില്ല, അടിക്കണം. കള്ളത്തന്ത എന്നെ പറ്റിച്ചിട്ട് വാറ്റടിക്കാൻ പോയി വരട്ടെ. ഈശ്വര ഇതൊക്കെ ഇനി അവിടെ ഒന്ന് കൊണ്ടുവെക്കുന്ന തട്ടു പുറത്ത് വെക്കാം. വാ കേറി വാ. മോനെ കേറി വാ. മോനെ അക്കമോനൊന്നും നമ്മുടെ കൂടെ കാണും കേട്ടോടോ. അയ്യോ അതിനെന്താ സന്തോഷമുള്ള കേറി വാ. അല്ല ഏട്ടാ ഇവിടെ ഒന്നും കളിപ്പാട്ടൊന്നും ഇല്ലയോ? കളിപ്പാട്ടൊന്നും ഇവിടെ ഇല്ല, ഞാൻ എന്റെ മാമന്റെ മോക്ക് എടുത്തു കൊടുത്തെല്ലാം. അയ്യോ എല്ലാം കൊടുത്ത്. അപ്പൊ അതിനകത്ത് ഇരിക്കുന്നതോ? അതിന് താക്കോല് കാണുന്നില്ല. അയ്യോ താക്കോലില്ല. ഇല്ല വേണ്ട കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ തല്ലി പൊട്ടിച്ചോളാം. എന്റെ തനി നിറം കാണിക്കാൻ സമയമായി. മോനെ ദോശ എടുക്കട്ടാ. എനിക്ക് ദോശ വേണ്ട, പൊറോട്ട മതി. മോനെ ഇവിടെ ദോശയുടെ ഉണ്ടാക്കിയത്. പൊറോട്ട ചേട്ടനെ വിട്ട് അങ്ങോട്ട് മേടിപ്പേര്. ദോശ കഴിയണം, ആരോഗ്യത്തിന് നല്ലതാടാ. പോയി പൊറോട്ട എടുത്തോ പെണ്ണുപിള്ള. കാലനെ കൊണ്ട് തോറ്റ്. പൊറോട്ട ഇട്ട് ഒരു കളിയും. ഏതാ ഫോണ്? ഇത് മറ്റേ ഒപ്പോടെ റെനോ 88. ക്യാമറയ്ക്ക് എത്ര ഉണ്ട്? ക്യാമറ 1063 ഉണ്ട്. 50 പിന്നെ വേണ്ടത് വെച്ചാൽ തരാം. വിറ്റ് ഫോണിപ്പം വിറ്റ് ഓരോ ഫോണിപ്പം വിറ്റ്. എന്തേ അല്ല അറിയണോ? ഓടാ വേണ്ടായിരുന്നു നമ്മളോട്. എനിക്ക് ഫോണിനകത്ത് ഒരു സിനിമ വെച്ചരാവോ? സിനിമയോ? ഫോണിൽ കേടാ ഒന്ന് പോടെ. ഇവിടെ സിനിമയൊന്നുമില്ല പോടെ. കമ്പ്യൂട്ടറിനകത്ത് വെച്ചരാവോ? കമ്പ്യൂട്ടറില്ല പോടാ പോടാ. എല്ലാം കേടായി പോ. കഷ്ടമുണ്ട്. അങ്ങ് പോയോ? സാധാരണ തന്തയ്ക്ക് വിളിക്കുന്നതായിരുന്നല്ലോ. നന്നായി പാടും. ആഹാ റോഷാക്കൊക്കെ ഒന്നില്ലയോ? ഡൗൺലോഡ് ചെയ്യണം. നോക്കുന്നേ ആ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ടില്ലയോ? ഊളെ നീ ഇതുവരെ മണീസ്റ്റ് കണ്ട് തീർത്തില്ലയോ? മോനെ നിന്റെ ബാക്കിയിരിക്കുന്ന ഒരു കോഴിക്കാറുണ്ടല്ലോ, അതവൻ കണ്ടെന്ന് തോന്നുന്നടാ. എന്റെ കോഴിക്കാരുണ്ടോ? അവ തിന്നു കഴിഞ്ഞാൽ അമ്മ ഞാൻ കൊല്ലും, നോക്കിയോ? എന്തോ ചെയ്യാനാ, പഴച്ച ചെറുക്കൻ കട്ടെടുത്ത് എനിക്കറിയണ്ട, എനിക്ക് എന്റെ കോഴിക്കാർ കിട്ടണം. ഇത്രേ ഉള്ളൂ. എന്തോ ചെയ്യൂനി. അതെ എനിക്ക് എന്റെ കോഴിക്കാരൊന്നും വേണ്ട കേട്ടോ. പകരമേ മറ്റേ സ്നഗ്ഗിന്നേ അല്ല മറ്റേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത സാധനത്തിന്നേ എനിക്കൊരു ഹൈദരാബാദ് ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ. അമ്മേ ഒരു പന്നിപ്പടം കിട്ടുമോ? നീ മിണ്ടായിരുന്ന വേണേ അവൻ നിന്റെ അണ്ണാക്കി കയറി അത് പൊട്ടിക്കും. എടാ മോനെ നീ അവളോടൊന്ന് ചോദിച്ചേ, ചെട്ടിനാട് ചിക്കൻ എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞു തരുമോ? അമ്മ എവിടെ ചോദിക്കും? നീ ചോദിച്ചാൽ അവള് പറയത്തുള്ളൂ. ഒന്ന് ചോദിച്ചിട്ട് പറ. നീ ഇല്ലേ പറഞ്ഞു അവൾക്ക് എല്ലാം അറിയാവുന്ന. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ചിക്കൻ കറി എനിക്ക് വേണം കേട്ടോ. ചെട്ടിനാട് ചിക്കൻ തരും ചോദിച്ചിട്ടോ. എന്താടാ? ഓക്കെ താങ്ക് യു. ഇവനേതോ പെണ്ണിനെ അടിച്ചോണ്ട് വന്ന് റൂമിനകത്തിലങ്ങോട്ട് വെച്ചേക്കുവാ. ദേവിയേ അണ്ണാ ഈ റിമോട്ട് വർക്കാവുന്നില്ല, മാറ്റിയിട്ട് മാറുന്നില്ല. അയ്യോ ഇതാരെ കുത്തിപിടിച്ചേ? അടിയടാ നീ അടി. നീ എന്നെ അടിച്ചു കഴിഞ്ഞാൽ ബാലവാസക കമ്മീഷൻ നിനക്കോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, വീട്ടുകാർ എന്നെ അടിച്ചിട്ട് അടിക്കോളാ. നീ അടിയടാ, അടിച്ചു നോക്കണോ നീ? നീ അവളോട് പറഞ്ഞു അങ്ങ് ഓർഡർ ചെയ്യിപ്പിക്കേ. അവളാവുമ്പോ വില കുറച്ച് ഓർഡർ ചെയ്ത് തരുമല്ലോ. ഇവൻ എടീന്നൊക്കെ പറഞ്ഞോണ്ട് ആ റൂമിലോട്ടാ പോകുന്നത്. അപ്പൊ എന്തായാലും ആ റൂമിൽ നൈസായിട്ടൊന്ന് പോയി നോക്കാം. ആരാന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഭാവിയും കൊണ്ട് എന്റെ തന്ത എന്നെ ഇവിടെ കൊണ്ടുവിടാൻ തോന്നിയത്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഒരു പെണ്ണുണ്ടെന്ന് മനസ്സിലാക്കി. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നാട്ടുകാരോട് എല്ലാവരോടും പറയാം. ഞാൻ പറഞ്ഞു കേട്ടോ.
കാണിക്കുന്നത്? എനിക്ക് വീട്ടിന് വെളിയിൽ ഇറങ്ങിയിട്ട് വേണം 4 പേരോടൊന്ന് പറയാൻ. ഇത് വലിയ നരവലി വള്ളി വാന്ന്. ചേച്ചി അമ്മേതാണ്ട് അക്കൂന്റെ അമ്മ വന്ന്. മോൻ അടങ്ങിയിരിക്കുന്ന ടൈപ്പായതുകൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കി കാണത്തില്ല. ഉണ്ടായതേ ഇല്ല മോനെ. നീ ഒരു കറിച്ചട്ടി അടിക്കണടാ. ഈ വെളിച്ച ചെറുക്കൻ തല്ലി പൊട്ടിച്ച് വൈകിട്ട് മീൻകറി ഉണ്ടാക്കണമെങ്കിലേ കറിച്ചട്ടി വേണം. അമ്മേ അമ്മേ എന്തുവാടാ അമ്മേ? അവിടെ ഒരു പെണ്ണുണ്ട് ആ വീട്ടില്. പെണ്ണോ? ആ പെണ്ണ് ഇവിടുന്ന് അടിച്ചോണ്ട് വന്നേക്കുവാന്ന് തോന്നേ. അവന്റെ റൂമിലാ ഇപ്പൊ ആ കൊച്ചിരിക്കുന്ന. പാത്തിരിക്കും ഉറപ്പാ. എടി കള്ളി, ആരും അറിയാതെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചേക്കുമല്ലയോ? കാണിച്ചു തരാടി. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളില്ലയോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാര്യങ്ങളെ പോലീസിനോട് അങ്ങ് പറയാം. അത് വേണോ? വേണം. അയൽവക്കത്ത് ഇതുപോലൊരു കാര്യം നടന്ന പോലീസുകാർ നമ്മളോടെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം. അതെ, ഞാൻ തൊഴിലുറപ്പിൽ ഒരു 10-12 പെണ്ണുങ്ങളോടും കൂടി ഈ കാര്യം പറഞ്ഞായിരുന്നു. ആഹാ, അത് നന്നായി. അപ്പൊ അമേരിക്ക വരെ അറിഞ്ഞോളൂ. സത്യം പറയടാ, എവിടാടാ പെണ്ണ്? അയ്യോ പെണ്ണോ? ഇവിടെ ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ സാറേ. വേണ്ടേ, ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെ കംപ്ലൈന്റ് ഇട്ടിട്ടാ ഞാൻ ഇവിടെ വന്നത്. ചുമ്മാ ഇല്ല സാറേ, ഞങ്ങൾ ഇവിടെ പെണ്ണുങ്ങളൊന്നും കൊണ്ടുവച്ചില്ല. 100% ഉറപ്പാ. സാറേ ഇതുകൊണ്ട് ആ റൂമിലെ പെണ്ണ്. ആ റൂമില് കണ്ടോ കണ്ടോ സാറേ അതിനകത്ത് കേറിയിട്ടുണ്ട്. പെണ്ണിനെ പിടിക്കുമ്പോ ഉറപ്പാ. ഓ, ആ പത്രക്കാരെ കൊണ്ടൊന്ന് വിളിക്കേണ്ടായിരുന്നു. എന്നാലും ഓടിത്തേന് ഇവനങ്ങ് മാറിയേന്. വന്നപ്പോഴത്തേന് നീ ആ പെണ്ണിനെ അങ്ങ് മാറ്റിയോടാ. സത്യമായിട്ടും ഇല്ല സാറേ, ഇല്ല. 2 എണ്ണത്തിന് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്യണം. ഇവിടെ ആരാ പെണ്ണിനെ കണ്ടെന്ന് പറയാൻ? എടാ മോനെ, ഇങ്ങ് വന്നേ. നീ എന്തോടാ കണ്ടത്? സാറേ ഞാൻ കേട്ട എന്തോന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവർ അമ്മയുണ്ടല്ലോ അവനോട് പറഞ്ഞ് അവളോട് എങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാനും, പിന്നെ എന്തോ റിമോട്ട് വന്നലായപ്പോൾ അവളെ കൊണ്ട് മേടിപ്പിക്കുന്ന കാര്യവും, പിന്നെ ആമസോണിൽ ഏതാണ്ട് ഓഫർ വന്നപ്പോൾ അതൊക്കെ മേടിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടിട്ടൊരു ഇംഗ്ലീഷുകാരിയാന്ന് തോന്നുന്നത്, മദാമയാന്ന് തോന്നുന്നു. പക്ഷെ ആ റൂമിനകത്ത് വെളിയിറക്കത്തില്ല, അടച്ചിട്ടേക്കോ അതിനകത്ത്. അമ്മേ സാറേ അവളുണ്ട്. പിടിക്കുമെന്നായപ്പോ കുറ്റം സ്വയം കേൾക്കോ അല്ലോടാ. കണ്ടോ നമ്മുടെ മോൻ കേസ് കളിക്കുന്നുണ്ടോ? അവന് മിക്കവാറും വല്ല അവാർഡ് വല്ലതും കൊടുക്കും കേട്ടോ. വിളിച്ചോണ്ട് പോടാ അവളെ. സാറേ ഇപ്പം വിളിച്ചിട്ടില്ല കേട്ടോ, 1 മിനിറ്റ്. സാറേ വിളിച്ചോണ്ട് വരാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വിളിച്ചോണ്ട് വരും. ഇതാണ് സാറേ അവൻ പറഞ്ഞ പെണ്ണ്, അലക്സ. അലക്സ, turn off the light. Okay. അലക്സ, play രാമ രാമ പാഹിമാ. Okay. അലക്സ, how to make chettinad chicken curry? അലക്സ, say hi to sir. Hi. Hi. സാറേ, കൊച്ചിനെ തല്ലിക്കൊന്നേ കുളത്തിനകത്ത് കയറ്റി വെച്ചേക്കോ. നരബലിയാ നരബലി. എന്നിട്ട് അവൻ പേര് പറഞ്ഞു കേട്ടോ, അലക്സിയാന്ന്. സാറേ അവനെ